ഇവിടെ ഇൻ്റർകൂളറാണ് ഈ ഇരിക്കുന്നത്. അതിലേക്കും കൂടി നമുക്കൊരു ഓപ്പണിംഗ് കാണാം, അതായത് എയർ പാസേജ് കൊടുത്തിട്ടുണ്ട്. അത് കാണുന്ന വാഹനങ്ങളിൽ നിങ്ങൾ വേറെ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. ഫ്രണ്ട് ലുക്കിൽ അങ്ങനൊരു ഓപ്പണിംഗ് അവിടെ കണ്ടാൽ ഉറപ്പിച്ചോ ബ്രസയുടെ അത് ടർബോ എഞ്ചിനാണ് എന്നുള്ളത്. നോർമൽ പെട്രോൾ എഞ്ചിനിലേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയ ക്ലോസർ ആണ് കണ്ടോ, കാരണം അവിടെ ഇൻ്റർകൂളർ വരുന്നില്ല, ടർബോ ഇല്ലാത്തതുകൊണ്ട് തന്നെ. ആ ഒരു വീഡിയോസിലൊക്കെ ഇവിടെയൊക്കെ റെഡ് ചുറ്റും കാണുന്നത് ആക്സസറി കിറ്റാണ്. അതായത് ഒരു 4ഓളം ആക്സസറി കിറ്റുകൾ ബ്രസീൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, നമുക്ക് കാണിച്ചു തരാനായിട്ട് പറ്റും. അതിലാണ് നമുക്ക് ആ ഒരു റെഡ് സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പാക്ക് വരുന്നത്. പാർക്ക് ചെയ്ത് ഡോറ് തുറക്കുന്ന സമയത്ത് പുറകുന്ന ഏതെങ്കിലും വണ്ടികൾ വന്ന് ഇടിക്കുന്ന അതും ഒഴിവാക്കും. കാരണം അത്തരത്തിൽ നമ്മൾ ഡോർ തുറക്കുമ്പോൾ തന്നെ പുറകിൽ വല്ല വണ്ടികളുണ്ടെങ്കിൽ ബ്രസ ഇവിടെ വാർണിംഗ് തരും. അത്തരം ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇത്ര നേരം നമ്മൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയറിലേക്ക് എത്തുന്ന സമയത്ത് ഒരു മാറ്റവും ഇല്ല എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ടെയിൽ ലാമ്പ് യൂണിറ്റ് സെയിം ആണ്. ഇപ്പോഴും നമുക്ക് റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്ററൊക്കെ ഹാലജനാണ് വരുന്നത്. ബ്രേക്ക് ലൈറ്റ് മാത്രമേ LED വരുന്നുള്ളൂ. ഏറ്റവും പുതിയ ബ്രസയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്നും ഇതിൻ്റെ പ്രൈസിങ് ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 7,40,000 മുതൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ തീർന്നില്ല. ബ്രസയുടെ ആദ്യത്തെ 3 വേരിയൻറ്റുകളും 10 ലക്ഷത്തിനകത്ത് എക്സ്ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. അതായത് LXi, VXi, ZXi എന്നീ വേരിയൻസ് എല്ലാം നമുക്ക് ടർബോ എഞ്ചിൻ വരുന്ന മോഡലിന് 10 ലക്ഷത്തിനകത്ത് 9,89,000 വരെയാണ് വില വരുന്നുള്ളൂ എന്നുള്ളതാണ്. ടോപ്പ് എൻഡ് മാത്രമേ 10 ലക്ഷത്തിന് മുകളിൽ പോകുന്നുള്ളൂ. സോ ഇത്രയും ഫീച്ചേഴ്സും ഈ ഒരു പ്രൈസിങ് കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു സെഗ്മെന്റ് ഭരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ട് ബ്രസ മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തൃശ്ശൂർ പോപ്പുലർ മാരുതി ഷോറൂമിലാണ്. ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് നമ്മുടെ ടർബോ എഞ്ചിൻ. അതായത് ഏറ്റവും പുതിയതായിട്ട് മാരുതി ബ്രസയിൽ കൊടുത്തിട്ടുള്ളൊരു എഞ്ചിൻ ഓപ്ഷനാണ്. അത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിറ്ററോട് കൂടി വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനിലാണ് നമ്മൾ ഈ ഒരു റെഡ് കളർ കാണുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വേരിയന്റ് വൈസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്രധാനമായിട്ട് എന്തൊക്കെയാണ് പുതിയ ബ്രസയിൽ വന്ന ചേഞ്ചസ് എന്നുള്ളതും ഈ ഒരു ടർബോ എഞ്ചിനെ കുറിച്ച് മാത്രമാണ് ഇന്ന് നോക്കുന്നത്. എക്സ്ഷോറൂം പ്രൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതും ഡൽഹി എക്സ്ഷോറൂം പ്രൈസ് ആണ്. കേരളത്തിൽ ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. എന്തായാലും ഇവിടെ പോപ്പുലറിൽ വന്നാൽ നിങ്ങൾക്ക് വാഹനം നേരിട്ട് കാണാം. അത് മാത്രമല്ല LXi മുതൽ അങ്ങോട്ട് ബേസ് വേരിയൻ്റ് മുതലുള്ള എല്ലാ മോഡൽസും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഡേയ്സിൽ നമ്മൾ അതിൻ്റെ എല്ലാ വീഡിയോസ് ഏത് വേരിയൻ്റാണ് എടുക്കാൻ ബെറ്റർ എന്നുള്ളത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചേഞ്ചസ് ഒന്ന് നോക്കാം. ബ്രസ ഇപ്പോഴും വേരിയൻസിലൊന്നും ചേഞ്ച് ഇല്ല. 4 വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. LXi, VXi, ZXi പ്ലസ് ഇങ്ങനെ 4 വേരിയൻസിലാണുള്ളത്. ഫ്രണ്ട് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പഴയ ബ്രസ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ഓൾറെഡി X60 മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു ബ്രസ. അതിൻ്റെ ഫ്രണ്ട് ലുക്ക് കണ്ട സ്ക്വയർ ആയിട്ടുള്ള ഫോഗ് ലാമ്പ് കാണാം. കുറച്ചുകൂടി തടിച്ച രൂപത്തിലുള്ള ഗ്രില്ല് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ പ്രധാന ചേഞ്ചസ് ആ ഒരു ഗ്രില്ലിൽ തന്നെയാണ്. നമുക്കൊരു ഡാർക്ക് ക്രോം ഫിനിഷുള്ള ഗ്രില്ലായിട്ട് മാറിയിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ വന്നു. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വന്നു. ഈ ഒരു ബമ്പറിൻ്റെ ഏരിയയും റീഡിസൈൻ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ചുകൂടി ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തു. സിൽവറിൻ്റെ ഗ്രേഡ് ഫിനിഷ് കൊടുത്തു. മറ്റൊരു ബമ്പർ മൊത്തം നമുക്കൊരു ബ്ലാക്ക് കളറായിരുന്നു ലഭിച്ചിരുന്നത്. പിന്നെ ഫോഗ് ലാമ്പിൻ്റെ ഡിസൈൻ മാറ്റി. ആ ഒരു ഹൗസിങ് മൊത്തം മാറ്റി എന്ന് പറയാം. കുറച്ചുകൂടി വിക്ടോറിയസിൻ്റെ ഫോഗ് ലാമ്പ് ഷേപ്പിലേക്ക് മാറ്റി, കുറച്ച് ഉയരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പഴയ വാഹനത്തിൽ നിങ്ങൾ അവിടെ കാണുന്നുണ്ടാവും ഒരു സ്ക്വയർ ഏകദേശം ഈ ഒരു പൊസിഷനിലായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് മാറ്റി. എനിക്ക് പഴയ തന്നെയാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പുതിയ ബ്രസയിൽ സ്പെയർ വീൽ ഒഴിവാക്കിയിട്ടുണ്ട്. അത് പഴയയിൽ നമുക്ക് കിട്ടുള്ളൂ. പഞ്ചർ കിറ്റാണ് ഇപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലാണ് നമുക്കൊരു ഫ്രണ്ട് ലുക്കിൽ ചേഞ്ചസ് ആയിട്ട് എടുത്ത് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രില്ലിൻ്റെ ഏരിയ, നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഏരിയ ഓപ്പൺ ആണ്. സ്വാഭാവികമായിട്ട് അത് ഓപ്പൺ ആയിരിക്കും. അതിനപ്പുറത്തേക്ക് ഇവിടെ ഇൻ്റർകൂളറാണ് ഈ ഇരിക്കുന്നത്. അതിലേക്കും കൂടി നമുക്കൊരു ഓപ്പണിംഗ് കാണാം, അതായത് എയർ പാസേജ് കൊടുത്തിട്ടുണ്ട്. അത് കാണുന്ന വാഹനങ്ങളിൽ നിങ്ങൾ വേറെ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. ഫ്രണ്ട് ലുക്കിൽ അങ്ങനൊരു ഓപ്പണിംഗ് അവിടെ കണ്ടാൽ ഉറപ്പിച്ചോ ബ്രസയുടെ അത് ടർബോ എഞ്ചിനാണ് എന്നുള്ളത്. നോർമൽ പെട്രോൾ എഞ്ചിനിലേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയ ക്ലോസർ ആണ് കണ്ടോ, കാരണം അവിടെ ഇൻ്റർകൂളർ വരുന്നില്ല, ടർബോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു റേഡിയേറ്ററിൻ്റെ ഏരിയയിൽ മാത്രമേ നമുക്ക് ഓപ്പൺ ആയിട്ട് കാണുള്ളൂ. ഇവിടെ കവേർഡാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കൊരു ബ്രസ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കണ്ടാലോ മുന്നിൽ നിന്ന് വരുന്നത് കണ്ടാലോ മനസ്സിലാക്കാൻ, ഏത് എഞ്ചിൻ ഓപ്ഷനാണെന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അത് എന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രണ്ട് ലുക്കുള്ളൊരു കാര്യം പറയാനുള്ളത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടയറിൻ്റെ പ്രൊഫൈല് സൈസ് കാര്യങ്ങളൊക്കെ സിമിലർ ആണ്. അതുമാത്രമല്ല എല്ലാ വേരിയൻറ്റിലും സെയിം സൈസാണ്. 215/60 പ്രൊഫൈലുള്ള 16 ഇഞ്ചാണ് നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് ഫുൾ ഓപ്ഷൻ വരെ ലഭിക്കുന്നത്. രണ്ടാമത്തെ വേരിയൻറ്റ് തൊട്ട് അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. അത് ഫുൾ ബ്ലാക്ക് ആയിരിക്കും. ടോപ്പിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നത്. അതിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. പഴയ വെർഷനിൽ നമുക്കിത് ഡയമണ്ട് കട്ട് തന്നെയാണ്, പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതും പഴയതും നല്ല തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു ഡിഫറൻസ് നമുക്ക് അവിടെയും ഫീൽ ചെയ്യുന്നുണ്ട്. മുന്നിൽ ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ബ്രേക്കാണ്. ടർബോ എഞ്ചിൻ ഒന്നെന്ന് വെച്ചിട്ട് ബ്രേക്കിങ്ങിലൊന്നും ചേഞ്ചസ് കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. സൈഡിലൊരു ക്ലാഡിങ് കാണാനായിട്ട് സാധിക്കും. അതിലും ആ ഒരു ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത് കാണാനായിട്ട് പറ്റില്ല. അവിടെ സിൽവർ കാണുന്നത് ആക്സറിയാണ് കേട്ടോ. സ്റ്റോക്ക് ബ്രസയിൽ ഈ ആ ഒരു സിൽവർ
നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് വശങ്ങളിൽ ആ ഒരു അലോയുടെ ഡിസൈൻ മാറിയത് വെച്ചാൽ വേറെ ഫീച്ചേഴ്സിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന ORMs, അതിൽ തന്നെ 360 ക്യാമറ കാണാനായിട്ട് സാധിക്കും. അസിസ്റ്റീവ് ബട്ടൺ വരുന്നുണ്ട് നമുക്ക്. ZXi മുതൽ കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ സിൽവർ കളറിലുള്ള റൂഫ് റെയിൽസ്, ഷാർക്ക് ഫിൻ ആൻറ്റിന, സൺറൂഫ് ടോപ്പിൽ 2 വേരിയൻറ്റിൽ ZXiലും ZXi പ്ലസ്സിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നേരം നമ്മൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയറിലേക്ക് എത്തുന്ന സമയത്ത് ഒരു മാറ്റവും ഇല്ല എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ടെയിൽ ലാമ്പ് യൂണിറ്റ് സെയിം ആണ്. ഇപ്പോഴും നമുക്ക് റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്ററൊക്കെ ഹാലജനാണ് വരുന്നത്. ബ്രേക്ക് ലൈറ്റ് മാത്രമേ LED വരുന്നുള്ളൂ. ബ്രസ എന്നുള്ള ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണ്ട് ചെറിയ രൂപത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിഫോഗർ കാണാം, വൈപ്പർ കാണാം, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഇൻറ്റിഗ്രേറ്റ് ആയിട്ടുള്ളൊരു സ്പോയിലർ, റിയർ വ്യൂ ക്യാമറ, അതുപോലെ തന്നെ റിയറിലും ബമ്പറിൽ കുറച്ചുകൂടി സിൽവർ എലമെൻ്റ് ആ ഏരിയയിൽ ഡിസൈൻ ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഡിസൈനിൽ മാറ്റം വന്നിട്ടുള്ളൂ. ഇനി ടർബോ ബൂസ്റ്റർ ജെറ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി 2 എഞ്ചിനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാധാരണ നമ്മൾ പറയാറുണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ വണ്ടി കമ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ടർബോ എടുക്കേണ്ട, മൈലേജ് കുറവാണ്, നോർമൽ എടുത്തോ എന്നുള്ളതൊക്കെ. മാരുതി ബ്രസയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കൺസേൺ വരുന്നില്ല. കാരണം 2 സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടർബോയിലും നോർമൽ പെട്രോൾ എഞ്ചിനിലും ഏകദേശം ഒരേ മൈലേജ് ആയിരിക്കും ഓൺ റോഡ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഏതാണ് ഓടിച്ച് ഇഷ്ടപ്പെട്ടത് എന്ന് നോക്കിയിട്ട് ഒരുപാട് കൺഫ്യൂഷൻ ഇല്ലാതെ എടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബൂട്ട് സ്പേസ് ഡയമെൻഷൻ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. എനിക്ക് പ്ലാറ്റ്ഫോമിൻ്റെ പേര് ചെറിയ രൂപത്തിൽ അവർ മാറ്റിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം സിമിലർ ആണ്, പക്ഷേ അതിൻ്റെ ഒരു നെയിം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഒഴിവാക്കിയിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് പുതിയ ബ്രസയിൽ സ്പെയർ വീൽ ഒഴിവാക്കിയിട്ടുണ്ട്. അത് പഴയതിൽ നമുക്ക് കിട്ടുള്ളൂ. പഞ്ചർ കിറ്റാണ് ഇപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും നിങ്ങൾക്ക് ആ രൂപത്തിലായിരിക്കും ലഭിക്കുക. പാർസൽ ട്രേ കാണാൻ സാധിക്കും. ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഉള്ളിൽ കയറുന്ന സമയത്ത് നമുക്ക് മൊത്തം ഒരു കളർ കോമ്പിനേഷൻ സീറ്റിൻ്റെയൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ സിൽവർ എലമെൻ്റ് ആയിരുന്നു നമുക്ക് പഴയ ബ്രസയിലെങ്കിൽ, അതിപ്പോൾ ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറി ഒരു ഫാബ്രിക് ടച്ച് നമ്മുടെ ഡോറിൽ ആംറസ്റ്റിൽ കാണാൻ സാധിക്കും. 4 പവർ വിൻഡോ ഒക്കെ സ്റ്റാൻഡേർഡ് ആണ്. ബേസ് വേരിയൻ്റായിട്ടുള്ള LXi മുതൽ ലഭിക്കുന്നുണ്ട്. സീറ്റുകൾ നോക്കിയാൽ ബ്ലാക്കിൻ്റെയും ഒരു ബ്രൗണിൻ്റെയും മിക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പഴയ വാഹനത്തിൽ വ്യത്യസ്തമായിട്ട് എന്ന് പറയാൻ ആ ഒരു കാര്യമാണ് നമുക്ക് ഇൻറ്റീരിയറിൽ പറയാനുള്ളത്. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയറിലേക്ക് AC വെൻറ്റ് വരുന്നുണ്ട്. അതും നമുക്ക് ബേസ് വേരിയൻ്റ് മുതൽ ലഭിക്കുന്നതാണ്. C ടൈപ്പ് ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ USB പവർ ഔട്ട്ലെറ്റ്, അത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു സെൻട്രൽ ടണൽ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ, 2 പേർക്കാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. 6 എയർ ബാഗ് മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും സ്റ്റാൻഡേർഡാണ്. ബ്രസയിലും വ്യത്യസ്തമല്ല, 6 എയർ ബാഗ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. മാരുതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അറീന, നെക്സ എന്നിങ്ങനെ 2 കാറ്റഗറിയിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ സ്വിഫ്റ്റ്, വേഗണാർ, വിക്ടോറിയസ്, ബ്രസയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നെക്സയിൽ നമുക്ക് ബലേനോ, ഫ്രോങ്സ്, ഗ്രാൻഡ് വിറ്റാര തുടങ്ങിയ മോഡൽസൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് മാരുതി അറീന സെഗ്മെൻറ്റിൽ നമുക്കൊരു ടർബോ എഞ്ചിൻ വരുന്നത്. ഇതിനു മുമ്പ് ടർബോ എഞ്ചിൻ വന്നിട്ടുള്ളത് ഫ്രോങ്സിലും ബലേനോയിലായിരുന്നു. ബലേനോ RS എന്ന് പറഞ്ഞ മോഡലും പിന്നെ ഫ്രോങ്സിൽ ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇതിൽ ഈ ഒരു അറീനയിൽ നമുക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു എഞ്ചിൻ ഓപ്ഷൻ ലഭിക്കുന്നത്. സെയിം ആണ് കേട്ടോ, നമുക്ക് ഫ്രോങ്സിൽ കിട്ടുന്ന അതേ എഞ്ചിൻ തന്നെയാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്നത്. ട്യൂണിങ് മാറ്റമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. 4 പവർ വിൻഡോ, അത് ഡ്രൈവർ സൈഡ് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. ലോക്ക് അൺലോക്ക്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിററിൻ്റെ കൺട്രോൾസ് കാണാൻ സാധിക്കും. ഡ്രൈവർക്ക് സീറ്റ് ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കുറച്ച് കൺട്രോൾസ് നമുക്ക് സാധാരണയിൽ നിന്നും കൂടുതലായിട്ട് കാണാം. ഒന്ന് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഉയർന്നു വരുന്നത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാനാണ് ഈ ഒരു കൺട്രോൾ കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഡിസ്പ്ലേയുടെ ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ട്രാക്ഷൻ കൺട്രോൾ, 360 ക്യാമറയുടെ വ്യൂ, അതുപോലെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ്, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇതിൽ പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഒപ്പം റഡാറുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. റഡാർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധാരണ അഡാസ് ഉപയോഗിക്കുന്ന ഫീച്ചർ വരുന്ന വാഹനങ്ങളിലാണ് നമുക്ക് ഈ ഒരു കോർണറുകളിലായിട്ട് അതുപോലെ സെൻട്രലൊക്കെ ആയിട്ട് റഡാറുകൾ കമ്പനികൾ കൊടുക്കും. അതിൽ നിന്നും ഡാറ്റ റീഡ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് അവിടെ വല്ല ഒബ്ജക്റ്റ് ഉണ്ടോ, വണ്ടികളുണ്ടോ, ആളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഡാറ്റ നമുക്ക് വാണിംഗ് കാര്യങ്ങളൊക്കെ തരുന്ന ഒരു സിസ്റ്റമാണ്. അത് നമുക്കിപ്പോൾ അഡാസിലില്ലെങ്കിൽ പോലും ആ ഒരു ഫീച്ചർ ബ്രസയിൽ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, റിയർ ക്രോസ് ട്രാഫിക്. ബ്രസ നമ്മളൊരു പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് പിന്നെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് വല്ല വണ്ടികളും വരികയാണെങ്കിൽ നമുക്ക് അലേർട്ട് തരും. അതുപോലെ നമ്മുടെ ബ്രസയിൽ നിന്നും നമ്മൾ വാഹനം നിർത്തി
പാർക്ക് ചെയ്ത് ഡോറ് തുറക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടികൾ വന്ന് ഇടിക്കുന്ന അതും ഒഴിവാക്കും. കാരണം അത്തരത്തിൽ നമ്മൾ ഡോർ തുറക്കുമ്പോൾ തന്നെ പുറകിൽ വല്ല വണ്ടികളുണ്ടെങ്കിൽ ബ്രസ ഇവിടെ വാണിംഗ് തരും. അത്തരം ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. MID നോക്കുകയാണെങ്കിൽ ഏകദേശം സിമിലർ ആണ് നമ്മൾ പഴയ വാഹനത്തിൽ കണ്ട പോലെ തന്നെ. പക്ഷേ ചെറിയൊരു ഗ്രാഫിക്സിൻ്റെ മാറ്റം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. അതിൻ്റെ കൺട്രോൾ എടുക്കേണ്ടത് ഇവിടേക്ക് തന്നെയാണ്. ചെറിയൊരു എന്താ പറയുക, കളർ കോമ്പിനേഷൻ്റെയും അതുപോലെ ടെക്സ്റ്റിൻ്റെ ഒക്കെ ചെറിയൊരു മാറ്റം മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. പിന്നെ ഒരു ഹൈബ്രിഡ് മോട്ടറിൻ്റെ എഞ്ചിൻ്റെയും ഒരു വർക്കിങ്ങിൻ്റെ ഡയഗ്രാം കാര്യങ്ങളിലും ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ലെതർ ആപ്പ് സ്റ്റിയറിംഗ് കാണാം, ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്, നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വന്നിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. അത് ടച്ച് സ്ക്രീൻ നമുക്ക് ബേസിൽ ഉണ്ടാവില്ല, ബാക്കി ടോപ്പിലെ 3 വേരിയൻറ്റിൽ വരുന്നുണ്ട്. ടോപ്പിൽ മാത്രം നമുക്ക് 10.1 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനായിട്ട് മാറുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിക്ടോറിയസിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു UI കാര്യങ്ങളും സെയിം ഇൻഫർടൈൻമെൻ്റ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ വേരിയൻറ്റ് തൊട്ടാണ് നമുക്ക് ടച്ച് സ്ക്രീൻ 7 ഇഞ്ചിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുതൊട്ടാണ് നമുക്ക് ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾസും ലഭിച്ചു തുടങ്ങുന്നത് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെറിയൊരു മിസ്സിങ്, ടയർ മിസ്സായതുപോലെ ഇവിടെ മിസ്സായിട്ടുള്ളത് AC കൺട്രോൾസ് നമുക്ക് വിക്ടോറിയസിൻ്റെ സെയിം കൺട്രോൾസ് ആയിട്ട് മാറിയപ്പോൾ AC ഇവിടെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. നമ്മൾ എത്ര ഫാൻ സ്പീഡ് എത്രയാണ്, എത്ര ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കൺട്രോളിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണിച്ചിരുന്നു. അതിപ്പോൾ മാറ്റിയിട്ട് നമുക്കിത് ഇൻഫർടൈൻമെൻറ്റിലാണ് കാണുന്നത്. നമ്മളിപ്പോൾ AC കൂട്ടും കുറക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് കണ്ടോ കുഞ്ഞ് ഇവിടെ ടോപ്പിലായിട്ട് ചെറുതായിട്ട് മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴൊക്കെ. അപ്പോൾ അത് ഒരു ഒഴിവാക്കിയിട്ടുള്ള ഫീച്ചറാന്ന് പറയാം. വോളിയം കൺട്രോളിന് വേണ്ടി ഒരു ഫിസിക്കൽ ബട്ടൺ നൽകിയിട്ടുണ്ട്, ക്വിക്കായിട്ടുള്ള ആക്സസിന് വേണ്ടിയിട്ട്. താഴേക്ക് വന്നാൽ USB പവർ ഔട്ട്ലെറ്റും 12 വാട്ടിൻ്റെ ചാർജ് സോക്കറ്റ്. അത് C ടൈപ്പ് കൊടുക്കാമെന്ന് തോന്നി. 2026 മാരുതി C ടൈപ്പിലേക്ക് മാറൂ. അപ്പോൾ വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്, അത് കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് ഞാനൊരു ലേക്ക് കൊടുക്കുന്നു, 2 ലേക്ക് വേണമെങ്കിൽ കൊടുക്കും. കാരണം വയർലെസ് ചാർജർ വിത്തൗട്ട് കൂളിംഗ് പാഡ് ആണെങ്കിൽ യൂസ്ലെസ് ആണ്. ജസ്റ്റ് നമുക്ക് ആ ഫീച്ചർ ഉണ്ട് എന്ന് പറയാമെന്നല്ലാതെ ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. വയർലെസ് ചാർജർ ഉപയോഗിച്ച് എല്ലാവർക്കും മനസ്സിലാവും ഫോൺ ഹീറ്റ് ആവുമെന്നുള്ളത്. സോ കൂളിങ്ങോട് കൂടിയിട്ടുള്ള വയർലെസ് ചാർജർ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ദ ഗിയർ ബോക്സ് മാറി. നമുക്ക് ഗിയർ ലിവർ 6 സ്പീഡ് ട്രാൻസ്മിഷൻ്റെ ആണ് കാണുന്നത്. സോ ഇത്രയും നാൾ നമുക്ക് 5 സ്പീഡാണ് ലഭിച്ചിരുന്നത്. ബ്രസ, എർട്ടിഗ എല്ലാം നമുക്ക് 5 സ്പീഡാണ്. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ ടർബോയിൽ മാത്രമല്ല 2 എഞ്ചിൻ ഓപ്ഷനിൽ നമുക്ക് 6 സ്പീഡ് ട്രാൻസ്മിഷനിലേക്ക് മാറിയിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ് ഇപ്പോൾ ഒരു അഡീഷൻ ആണ്. ഇത് പഴയ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല. അത് ഫ്രണ്ടിൽ 2 സീറ്റുകൾക്കും 3 ലെവലിൽ വെച്ച് നമുക്ക് കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മാനുവൽ ഹാൻഡ് ബ്രേക്ക്, കീയിലും ചേഞ്ച് ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ബ്രസയുടെ കീ. എല്ലാ മാരുതി വാഹനങ്ങളും ഈ ഒരു കീ തന്നെയാണ്. ആംറസ്റ്റ് കുഞ്ഞതാണ്, പക്ഷേ സ്ലൈഡ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് സൈസിൻ്റെ ഒരു പോരായ്മ ഇത് പരിഹരിക്കുന്നുണ്ട് എന്ന് പറയാം. അതിന് താഴെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ആംബിയൻ ലൈറ്റിങ്, അത് പറയാൻ വിട്ടുപോയി. 64 ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. പഴയ വാഹനത്തിൽ നമുക്കൊരു സിംഗിൾ ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത്. അതൊക്കെ നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീനിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ജസ്റ്റ് ആംബിയൻ ലൈറ്റിംഗ് എന്ന് പറഞ്ഞത് ഇവിടേക്കാണ് വരിക, കാണാൻ പറ്റും തോന്നില്ല. ജസ്റ്റ് ഒരു ഷെയ്ഡ് കാണല്ലേ, ഒരു ഓറഞ്ച് കളർ പോലെ. അപ്പോൾ അത്തരത്തിൽ ഡോറുകളിലൊക്കെ ആയിട്ട് നമുക്കത് കാണാം. പിന്നെ ഇവിടെയും കാണാം, കണ്ടോ ലൈറ്റ് വരുന്നുണ്ട്. അത്തരം ഭാഗങ്ങളിലൊക്കെ നമുക്ക് ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. 360 ക്യാമറ കാണിക്കാൻ വിട്ടുപോയി. നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ ആണ് കേട്ടോ. സാധാരണ മാരുതിയിൽ എല്ലാം കൊടുക്കുമെങ്കിലും വലിയ ക്വാളിറ്റി നമുക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ ടെക് പരമായ ഫീച്ചേഴ്സിൽ ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ അതെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ വന്നിട്ടുണ്ട്. മാനുവലി ഓട്ടോമാറ്റിക് ഡിമ്മിങ് IRM, ഒരു സൺഗ്ലാസ് ഹോൾഡർ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് പ്രധാനമായിട്ട് ബ്രസയിലെ മാറ്റങ്ങളും ആഡ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സും. ഇത് പറയാൻ വിട്ടുപോയി. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ ബാക്കിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് സിൽവർ എലമെൻറ്റാണ് ലഭിച്ചിരുന്നത്. അതൊക്കെ ഇപ്പോൾ ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുണ്ട്. പിന്നെ അഗെയിൻ ഫ്രണ്ട് സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായത് നമുക്കൊരു ബ്രൗണിൻ്റെയും ബ്ലാക്കിൻ്റെയും മിക്സ് ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല കംഫർട്ടുള്ള സീറ്റാണ് കേട്ടോ. അതും ലേക്ക് കൊടുക്കാവുന്ന ഒരു കാര്യമാണെന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പുതിയ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നത്. ബൂസ്റ്റർ ജെറ്റ് എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് എവിടെയും കാണാനായിട്ട് പറ്റും. അതായത് എഞ്ചിൻ കവറിൽ ഏകദേശം പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. നമുക്കൊരു 110 PS 170 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അത്യാവശ്യം ലോ എൻ്റെ തന്നെ ഒരു 1500 RPM തന്നെ നമുക്ക് അത്യാവശ്യം കിക്ക് ലഭിച്ചു തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ ഓടിച്ചിട്ടില്ല, ഓടിക്കുന്ന വീഡിയോ നമുക്ക് അതൊക്കെ വ്യക്തമായിട്ട് നോക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു ഓപ്ഷൻ കൂടി വന്നുകൊണ്ട് ഇത് മാനുവലായിട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് എടുക്കേണ്ടവർക്ക് ഈ ഒരു എഞ്ചിൻ കിട്ടില്ല. പിന്നെ നമുക്ക് വർഷങ്ങളായിട്ട്, അതായത് 10 വർഷമായിട്ട് നമുക്ക് ബ്രസ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു എഞ്ചിനോട് കൂടിയിട്ടാണ്. 1.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഇതിലേക്ക് വരുമ്പോൾ 103 PS 139 Nm ടോർക്കായിട്ട് അത് മാറുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 7 PS പവർ മാത്രം നമുക്കിതിൽ കുറവ് വരുന്നുള്ളൂ. ഒരു 30 Nm ടോർക്കാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് എന്ന് പറയാനുള്ളത്. രണ്ടും പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പിക്ക് ഏതാണെന്ന് വെച്ചാൽ ഞാനിപ്പോഴും ഇതിൽ മാനുവലും ഓട്ടോമാറ്റിക്കും കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു നോർമൽ ഫാമിലി യൂസിന് ഈ ഒരു ബ്രസ എടുക്കുന്നതിന്, അതായത്
1.5 ലിറ്റർ എഞ്ചിനോടുകൂടി വരുന്ന നോർമൽ പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു ബ്രസ എടുക്കുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു പഞ്ച് കൂടുതൽ വേണം, കുറച്ചുകൂടി പെർഫോമൻസ് കൂടുതൽ വേണം, ആ ഒരു ലോ എൻഡ് ടോർക്ക് കൂടുതൽ വേണം എന്നൊക്കെ ഉള്ളവർക്ക് ടർബോയിലേക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ കംപ്ലൈൻറ്റ് ഉണ്ടെന്നല്ല പറഞ്ഞാൽ ഞാൻ ആ ഒരു പവർ കാര്യങ്ങളൊക്കെ ഡീസൻ്റ് ആണ് നമ്മുടെ കേരളത്തിലെ റോഡിൽ ഓടിക്കാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇത് നിങ്ങൾക്ക് ഓടിക്കുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് അതിൻ്റെ ഒരു കുറച്ചുകൂടി ഡിഫറൻസ് നമുക്ക് പ്രാക്ടിക്കലി കാണിച്ചു തന്നുകൊണ്ട് പറയാനായിട്ടും പറ്റും എന്ന് വിചാരിക്കുന്നു. എന്തായാലും രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20-ന് മുകളിൽ ക്ലെയിം ചെയ്ത മൈലേജ് വരുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതൊരു 5-6 കിലോമീറ്റർ കുറച്ച് പറഞ്ഞാലും 20-ന് ഒരു 15-ൽ കുറയാത്ത അല്ലെങ്കിൽ 14-15 റേഞ്ചിലൊക്കെയുള്ള മൈലേജ് നമുക്ക് രണ്ട് വാഹനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയും വരുന്നതുകൊണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ റെഡ് ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ടർബോ തന്നെ ആണോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇത് ടർബോ തന്നെയാണ്. നിങ്ങൾ അത്രയും നാൾ അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് കാണുന്ന ആ ഒരു വീഡിയോസിലൊക്കെ ഇവിടെയൊക്കെ റെഡ് ചുറ്റും കാണുന്നത് ആക്സസറി കിറ്റാണ്. അതായത് ഒരു 4ഓളം ആക്സസറി കിറ്റുകൾ ബ്രസയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, നമുക്ക് കാണിച്ചു തരാനായിട്ട് പറ്റും. അതിലാണ് നമുക്ക് ആ ഒരു റെഡ് സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പാക്ക് വരുന്നത്. അപ്പോൾ അത് വരുമ്പോഴാണ് ബാക്കിൽ നമ്മുടെ ബാക്കിലെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ അവിടെയൊക്കെ നമുക്ക് ആ ഒരു ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ കണ്ടിട്ടുള്ളത്. അത് സ്റ്റോക്ക് വണ്ടിയിൽ ഉണ്ടാവില്ല. സ്റ്റോക്ക് വണ്ടിയാണ് നമ്മൾ ഇത്ര നേരം കണ്ട ഈ ഒരു മോഡൽ. ഇതാണ് കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു രൂപം, ബാക്കിയെല്ലാം നമ്മൾ ആക്സറേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും ബ്രസയുടെ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ എക്സ്ഷോറൂം പ്രൈസ് വന്നിട്ടുള്ളൂ. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാഹനം തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോപ്പുലർ മാരുതിയിൽ മാത്രമേ ഇപ്പോൾ വാഹനം സ്റ്റോക്ക് വന്നിട്ടുള്ളൂ, ഡിസ്പ്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റും. 2 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ബ്രസയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ടോപ്പായി നിൽക്കുന്നത് ടാറ്റ നെക്സോൺ ആണ്. അതായത് EV കൂട്ടിയിട്ടാണ് കേട്ടോ അവരുടെ സെയിൽസ് ഏകദേശം 18,000 to 20,000 യൂണിറ്റാണ് ഒരു മാസം നെക്സോൺ വിൽക്കുന്നത്. ബ്രസ ഏകദേശം 14,000 to 15,000 യൂണിറ്റാണ് വിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴും വിന്നർ ബ്രസ തന്നെയാണെന്ന് പറയണം. അതിൽ നമുക്ക് ഇലക്ട്രിക്കും ഉണ്ട്, പെട്രോൾ, ഡീസൽ എല്ലാം വരുന്നുണ്ട്. ഇത് പെട്രോളിൽ മാത്രം വെക്കുന്നതാണ്, CNGയിലും പെട്രോളിൽ മാത്രം വെക്കുന്നതാണ് ബ്രസ. അപ്പോൾ അങ്ങനെ 15,000 യൂണിറ്റോളം മാസം വെക്കുന്നുണ്ട്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇപ്പോഴത്തെ ചേഞ്ചസിനോട് കൂടിയിട്ട് ബ്രസയ്ക്ക് സാധിക്കും എന്നുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാണുന്ന ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.